Hello students. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹിസ്റ്ററി ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ആരംഭിച്ചു. ഹാൻഡ് റിട്ടൺ ഇറയെ കുറിച്ചും അതിനുശേഷം പ്രിന്റിംഗ് പ്രസ് വന്നതിനെ കുറിച്ചും പിന്നീട് വന്ന പത്രങ്ങളെ കുറിച്ചും ചില രാജാ റാം മോഹൻ റോയെ പോലെയുള്ള റിഫോമേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ, അതായത് ഹിസ്റ്ററി ഓഫ് ന്യൂസ് പേപ്പേഴ്സിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്. അതിൽ നമ്മൾ ചില പത്രങ്ങളുടെ പേരുകളും കൂടാതെ പത്രങ്ങളുമായി ബന്ധപ്പെട്ട ചില ആളുകളുടെ, വ്യക്തികളുടെ പേരുകളും ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസിനെയുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഇന്നത്തെ ക്ലാസ്സോട് കൂടിയിട്ട് ഹിസ്റ്ററി ഓഫ് ന്യൂസ് പേപ്പേഴ്സ് അവസാനിക്കും. അതിനുശേഷം മീഡിയ ഓർഗനൈസേഷൻസിന്റെ ക്ലാസ് നെക്സ്റ്റ് ഡേ ഉണ്ടായിരിക്കും. മലയാളം ജേർണലിസത്തിന്റെ ഹിസ്റ്ററി ഒരു ക്ലാസ് ഉണ്ട്, പക്ഷെ അത് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് അയക്കുന്നില്ല. ഞാനത് ഓൾറെഡി ചാനലിൽ റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ അത് കണ്ടാൽ മതി. അത് നിങ്ങൾക്ക് നെറ്റ് എക്സാമിന് വേണം അല്ലെങ്കിൽ വേണ്ട എന്നെനിക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് അത് ഒരു സ്റ്റേറ്റിന്റെ മാത്രമായതുകൊണ്ട് നമുക്കത് പഠിക്കേണ്ട ആവശ്യകതയില്ല. സെറ്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഹിസ്റ്ററി ഓഫ് മലയാളം ജേർണലിസം ക്ലാസ് ഒന്ന് കേൾക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് രണ്ട് പത്രങ്ങളെ പരിചയപ്പെടാം. ഓക്കെ, ഹിന്ദുസ്ഥാൻ ടൈംസ് ആൻഡ് ഇന്ത്യൻ എക്സ്പ്രസ്. 1923 ഹിന്ദുസ്ഥാൻ ടൈംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ചില സിഖുകാരാണ് ആ പത്രം തുടങ്ങുന്നത്. സിഖുകാരാണ്, അവരുടെ പേരുകളൊന്നും അത്ര വ്യക്തമല്ല. ആ പത്രം ഒരു നാഷണലിസ്റ്റ് ന്യൂസ് പേപ്പർ വിച്ച് വാസ് എ വിക്ടിം ഓഫ് ഗവൺമെന്റ് പെർസിക്യൂഷൻ ആൻഡ് റിപ്രസീവ് പോളിസി. ഓക്കെ, ഇത് ഡൽഹിയിലാണ് ഇത് ആരംഭിക്കുന്നത്, അതായത് നമ്മുടെ ക്യാപിറ്റലിൽ തന്നെയാണ് ആരംഭിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം തന്നെയാണ് ചില സിഖുകാർ ചേർന്ന് ആരംഭിച്ച നമ്മുടെ ക്യാപിറ്റലായ ഡൽഹിയിലെ ഫസ്റ്റ് ഇന്ത്യൻ ഡെയിലിയാണ് ദ ഹിന്ദുസ്ഥാൻ ടൈംസ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. അന്നത്തെ കാലത്ത് ഈ പത്രം ആരംഭിക്കുന്ന സമയത്ത് KM പണിക്കരായിരുന്നു അതിന്റെ ആദ്യത്തെ എഡിറ്റർ. അതിനുശേഷം the Hindustan Times was inaugurated by ഗാന്ധിജിയാണ് ഇനാഗുറേറ്റ് ചെയ്തത്. ഫസ്റ്റ് ഇഷ്യൂല് ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നത് മോത്തിലാൽ നെഹ്റുവിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും മുഹമ്മദ് അലിയുടെയൊക്കെ ആയിരുന്നു. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പത്രമാണ് എന്നാണ് അതിന്റെ സാരം. സോ the first Indian daily in the capital, ഇത് ഓർത്തിരിക്കണം, ഹിന്ദുസ്ഥാൻ ടൈംസ്. ഇനി 1931 മറ്റൊരു പത്രം വന്നു, ഇന്ത്യൻ എക്സ്പ്രസ്. ഇന്ത്യൻ എക്സ്പ്രസ് ഒരു ആയുർവേദിക് ഡോക്ടറായ പെരുമാൾ വരദരാജുലു നായിഡു ആരംഭിച്ച ഒരു പത്രമാണ്. മദ്രാസിലാണ് അദ്ദേഹം ആ പത്രം ആരംഭിക്കുന്നത്. അദ്ദേഹം ഈ ചില ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഒക്കെ വന്നതിൽ പിന്നെ ഈ പത്രം സ്വാമിനാഥൻ സദാനന്ദ് എന്ന ഒരു വ്യക്തിയിലേക്ക് വിൽക്കുകയാണ് ചെയ്തത്. ഈ സ്വാമിനാഥൻ സദാനന്ദ് ഫ്രീ പ്രസ് ജേർണലിന്റെ ഫൗണ്ടർ ആയിരുന്നു. അങ്ങനെ അദ്ദേഹം ഈ പത്രത്തെ ഏറ്റെടുക്കുന്നു. അതിനുശേഷം ഒരു മോർണിംഗ് പേപ്പർ ആയിട്ട് ഇന്ത്യൻ എക്സ്പ്രസ് മാറുകയായിരുന്നു. അതുവരെ ഈവനിങ് ന്യൂസ് പേപ്പർ അങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ എക്സ്പ്രസ് വന്നിട്ടുണ്ടായിരുന്നത്. ഇന്നും ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ട്. So Indian Express became a morning paper and spokesperson for the Congress. Okay, it was sold at half. അര അണ കൊടുത്താണ് ഈ പത്രം എല്ലാവരും വാങ്ങിയിട്ടുണ്ടായിരുന്നത്, ഹാഫ് അണ. ദെൻ 1933 ആയപ്പോൾ ഇതിന്റെ ഓഫീസ് സെക്കൻഡ് ഓഫീസ് മധുരയിൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു തമിഴ് എഡിഷനും കൂടെ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി, അതാണ് ദിനമണി. ആൻഡ് ഈ ഒരു പത്രം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് ഒരു യൂണിഫൈങ് വോയിസ് ആയിട്ട് നിന്നിരുന്ന ഒരു പത്രമാണ്. സം ഓഫ് ദ മോസ്റ്റ് ഷോക്കിംഗ് സ്റ്റോറീസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ജേർണലിസം ആർ ക്രെഡിറ്റഡ് ടു ദിസ് ന്യൂസ് പേപ്പർ. അതിന്റെ ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒരു 20th സെഞ്ചുറി ഓഫ് ഇന്ത്യയിൽ ഒരു വില്ലേജ് സ്ലേവ് മാർക്കറ്റില് ഒരു കമല എന്ന ഒരു പെൺകുട്ടിയുടെ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു സ്ലേവ് ആയിട്ടുള്ള ഒരു സ്ത്രീ, ഈ ഒരു വില്ലേജ് ഗേൾ ആണ് കമല. ഈ കമല എന്നൊരു സ്റ്റോറി ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നിട്ട് അത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ആ ഒരു സ്റ്റോറി കിട്ടുന്നുണ്ടാവും.
അത് വളരെ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. കൂടാതെ 1975 ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ച സമയത്ത് ആ നാഷണൽ എമർജൻസിക്ക് എതിരായിട്ട് പ്രവർത്തിച്ച ഒരു പത്രം കൂടിയായിരുന്നു അന്ന് ഇന്ത്യൻ എക്സ്പ്രസ്. The Indian Express is known for credible and fiercely independent journalism, and the name evokes a feeling of faith and trust to the readers. ഈ പത്രങ്ങളൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ വളരെ എത്തിക്സ് ഫോളോ ചെയ്ത് വളരെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ എഴുതിയിരുന്ന പത്രങ്ങളായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിലെ പത്രങ്ങളെയൊന്നും വെച്ച് കമ്പയർ ചെയ്യാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ട്. അത് എത്രത്തോളം 1931 ഉണ്ടായിരുന്ന ഇന്ത്യൻ എക്സ്പ്രസിനെ ഇന്ത്യൻ എക്സ്പ്രസുമായി സിമിലർ ആണെന്ന് നമുക്ക് പറയാനും സാധിക്കില്ല, അല്ലെ? സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡില് പ്രസ്സിന് എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡില് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം അന്ന് ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് ഇന്ത്യൻ പ്രസ്സുമായിട്ട് വളരെ നല്ല റിലേഷൻ ആയിരുന്നു. അദ്ദേഹം ഒരു ഗവൺമെന്റിന് എതിരെ വരുന്ന വാർത്തകളോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും അദ്ദേഹത്തിന് അതൊരു ബുദ്ധിമുട്ടായിരുന്നില്ല. വാർത്തകൾ വരുന്നതിനോട് അദ്ദേഹം യോജിച്ചിരുന്നു. സോ അന്ന് പത്രങ്ങൾ വളരെ കണ്ടാൽ മോശമെന്ന് തോന്നുന്ന കാര്യങ്ങളെയൊക്കെ തുറന്നടിച്ച് എഴുതുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിനുശേഷം ഒരു 1975 ആയപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള ചില മാധ്യമങ്ങളൊക്കെ നാഷണൽ എമർജൻസിക്ക് എതിരായിട്ട് ശബ്ദിച്ചു. അങ്ങനെ പത്രങ്ങൾ പതിയെ പതിയെ ഗവൺമെന്റിനൊരു ശത്രുവായിട്ട് വരാനുള്ള ഒരു സാധ്യതകളൊക്കെ ഇന്ത്യൻ ജേർണലിസത്തിൽ ഉണ്ടായി. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പിന്നീട് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായി. അവരുടെ വേജസ്, മാധ്യമ പ്രവർത്തകരുടെ വേജസ് കൂട്ടണം, അവർക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ടായിരിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളും എല്ലാം വെച്ച് പിന്നെ പത്രങ്ങൾ ഗവൺമെന്റിന് എതിരെ സമരം ചെയ്യാൻ തുടങ്ങി. അപ്പം അത്തരത്തിൽ ഗവൺമെന്റിനെതിരെ സമരം ചെയ്യുകയും പത്രങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്ത ചില വ്യക്തികളെ നമുക്ക് പഠിക്കാം. എസ് സദാനന്ദ് പറഞ്ഞൊരു വ്യക്തി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യൻ ജേർണലിസത്തിന്റെ ഹിസ്റ്ററിയിൽ എഴുതപ്പെടേണ്ട ഒരു പേരാണ്. അദ്ദേഹം വളരെ ഏബിൾ ആയിട്ടുള്ള ഒരു എഡിറ്റർ ആയിരുന്നു. ആൻ ഇന്നോവേറ്റർ ആൻഡ് ഫിയർലെസ് പാട്രിയോട്ട്. ആഫ്റ്റർ വർക്കിംഗ് ഇൻ റോയിട്ടേഴ്സ് ഇൻ 1920 1920 റോയിട്ടേഴ്സിൽ വർക്ക് ചെയ്തതിനു ശേഷം അദ്ദേഹം ഇൻഡിപെൻഡന്റ് എന്ന പത്രത്തിൽ അസിസ്റ്റന്റ് എഡിറ്റർ ആയിട്ട് മാറി. അതിനുശേഷം അദ്ദേഹം റംഗൂൺ ടൈമിലേക്ക് മാറി. ദെൻ 1927 ആയപ്പോൾ അദ്ദേഹം ഒരു ഫ്രീ പ്രസ് ന്യൂസ് സർവീസ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് അതിൽ ഒരുപാട് ആളുകളെയൊന്നും കിട്ടാതിരുന്നത് കൊണ്ട് ആ ഒരു ഫ്രീ പ്രസ് ന്യൂസ് സർവീസ് ഒരു പരാജയമായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടത് 1935 അദ്ദേഹമല്ല, ഫ്രീ പ്രസ് ന്യൂസ് സർവീസ് 1935 ആയപ്പോൾ ഇല്ലാതായി. ദെൻ അദ്ദേഹം ഡോക്ടർ പി വരദരാജുലു നായിഡുവിൽ നിന്നും ഇന്ത്യൻ എക്സ്പ്രസിനെ അദ്ദേഹം വാങ്ങിച്ചു. 1932 ആയപ്പോൾ അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഓടാൻ തുടങ്ങി. അതൊരു ബോംബെ, ഗുജറാത്തി അങ്ങനെയുള്ള ഭാഷകളിലേക്ക് അതിനെ മാറ്റി. ദെൻ 1932 നവഭാരത് എന്നൊരു ഡെയിലി അദ്ദേഹത്തിന്റെ പേരിൽ വന്നു. അദ്ദേഹം ഒരു തമിഴ് പത്രം തുടങ്ങിയതാണ് ദിനമണി. ഇന്നും ദിനമണി ഉണ്ട്. 1934 ആ പത്രം തുടങ്ങിയത്. ദെൻ അദ്ദേഹം ബോംബെയില് ഒരു മറാത്തി ഡെയിലി സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ പേരാണ് നവശക്തി. അതുകൂടാതെ ഫ്രീ ഇന്ത്യ, ഇംഗ്ലീഷ് ഡെയിലി, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പത്രങ്ങളാണ്. ഇതൊക്കെ വളരെ ഷോർട്ട് ലൈഫുള്ള പത്രങ്ങളായിരുന്നു. 1953 അദ്ദേഹം മരണപ്പെട്ടത്. സോ അദ്ദേഹത്തിന്റെ ഒരു 30 years അദ്ദേഹം കംപ്ലീറ്റ്ലി പത്രങ്ങൾക്കു വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയാണ്. ഓക്കെ, സോ അദ്ദേഹം he was a man of great ambition and he wanted to start newspapers in every province of India. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള പത്രങ്ങൾ പർച്ചേസ് ചെയ്യുന്നതും കൂടാതെ ബോംബെ, ഗുജറാത്തി, മറാത്തി അങ്ങനെ പല ഭാഷകളിൽ പത്രങ്ങൾ ഇറക്കുകയും ഒക്കെ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ഫ്രാങ്ക് മൊറാസ് എന്നൊരു വ്യക്തിയെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഫ്രാങ്ക് മൊറാസ്, he occupied the editorial chair of India's two leading newspapers, അതായത് ടൈംസ് ഓഫ് ഇന്ത്യയുടെയും ഇന്ത്യൻ എക്സ്പ്രസിന്റെയും എഡിറ്റോറിയൽ ചെയറിൽ ഇരുന്നിരുന്ന വ്യക്തിയാണ് ഫ്രാങ്ക് മൊറാസ്.
അദ്ദേഹം 1934 ജേർണലിസം എന്നൊരു മേഖലയിലേക്ക് എത്തിയത്. അദ്ദേഹം 1938 ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു എഡിറ്റോറിയൽ സ്റ്റാഫ് മെമ്പർ ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം പ്രൊമോട്ടഡ് ആയി ജൂനിയർ അസിസ്റ്റന്റ് എഡിറ്റർ ആയിട്ട് വന്നു. ദെൻ 1942 ടു 1945 അദ്ദേഹം ബർമയിലേക്കും ചൈനയിലേക്ക് പോയി. അവിടുത്തെ യുദ്ധങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയും അദ്ദേഹം അവിടെ പോയി. ദെൻ അദ്ദേഹം he became the editor of Times of Ceylon in 1946, and the Times of India changed hands at the end of the war, and Moraz was appointed 1950 എഡിറ്റർ ആയിരുന്നു, ടൈംസ് ഓഫ് ഇന്ത്യയുടെ എഡിറ്റർ ആയിരുന്നു. ദെൻ ഒരു ഇന്ത്യൻ എക്സ്പ്രസിന്റെ ചീഫ് എഡിറ്റർ ആയിട്ടുണ്ടായിരുന്നു 1957. അദ്ദേഹം ഈ 1972 വരേക്കും ഇന്ത്യൻ എക്സ്പ്രസ് തന്നെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പീരീഡ്, അത്രയും വർഷം അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് റിട്ടയർഡ് ആയതും ഇന്ത്യൻ എക്സ്പ്രസിൽ നിന്ന് തന്നെ ആയിരുന്നു. ഓക്കെ, അദ്ദേഹം ഏറ്റവും കൂടുതൽ ജേർണലിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ സാലറി കൂട്ടുന്നതിനെ കുറിച്ചും അവർക്കെതിരെ വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ ശക്തമായി എതിർത്തിരുന്ന ഒരു ജേർണലിസ്റ്റ് കൂടിയാണ് ഫ്രാങ്ക് മൊറാസ്. Then K. Rama Rao എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം സത്യം പറഞ്ഞാൽ ഓൾവേസ് ഒരു റെസിഗ്നേഷൻ ലെറ്റർ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ വെച്ച് നടക്കുകയായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹം അത്രയും ഒരു he was a giant among Indian journalists. അദ്ദേഹത്തിന് ഒരു പേപ്പറിൽ നിന്നും മറ്റൊരു പേപ്പറിലേക്ക് അങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരുന്ന ഒരു ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പെന്നിനെ ഒരു സ്പോർഡ് പോലെയാണ് കണ്ടിരുന്നത്. അത്രയും ഒന്നും നോക്കാതെ, മുഖം നോക്കാതെ എഴുതുന്ന ഒരു വ്യക്തി ആയിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് എപ്പോഴും പണിഷ്മെന്റ് ട്രാൻസ്ഫറുകളും, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കും, അല്ലെങ്കിൽ സ്വയം റിസൈൻ ചെയ്തു പോവുക, അങ്ങനെ ടോട്ടലി ഒരു 25 പത്രങ്ങളിൽ വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ് കെ രാമറാവു. അപ്പോൾ അദ്ദേഹമായിരിക്കും അത്രയും കൂടുതൽ പത്രത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവുക. 2 വീക്ക്ലീസിലും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ ആദ്യം ന്യൂസ് ടൈംസിൽ ഒരു റിപ്പോർട്ടർ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹം ബോംബെയിൽ വന്നിട്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ജോയിൻ ചെയ്തു. ഫ്രീ പ്രസ് ജേർണലിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 1932 to 34 ഒരു ക്രൂഷ്യൽ ഇയേഴ്സിൽ ടൈംസ് ഓഫ് ഫ്രീ പ്രസ് ജേർണലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അതിനുശേഷം അദ്ദേഹം ടി പ്രകാശാം സ്വരാജ്യ എന്ന പത്രത്തിലേക്ക് മാറി. ദെൻ 1934 ഹിന്ദുസ്ഥാൻ ടൈംസിലേക്ക് മാറി. അവിടെ ഒരു 6 മാസം മാത്രം അദ്ദേഹം നിന്നു. നാഷണൽ ഹെറാൾഡിന്റെ എഡിറ്റർ ആയിരുന്നു. അതേ വർഷം തന്നെ അദ്ദേഹം ഒരു he spent there the longest period. അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത് മേ ബി നാഷണൽ ഹെറാൾഡിൽ ആയിരിക്കാം എന്നാണ് പറയുന്നത്. ഫ്രീലാൻസർ ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ഗാന്ധിജിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ അദ്ദേഹം ചില സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് അദ്ദേഹം ഫ്രീലാൻസർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെർച്ച്ലൈറ്റ് എന്ന പത്രത്തിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സെർച്ച്ലൈറ്റ്, ഇത്തരം ഞാൻ പറയുന്ന ഈ പത്രങ്ങളൊക്കെ നെറ്റ് എക്സാമിന് പലതവണ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ കെ രാമറാവു, എസ് സദാനന്ദ്, അദ്ദേഹത്തിന്റെ പേരുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൂടാതെ നമുക്ക് എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ പേരുകളൊക്കെ. Then Chalapati Rao, M. Chalapati Rao, he stands out as the champion of the working journalist, and he was joined National Herald in 1938. അദ്ദേഹം നാഷണൽ ഹെറാൾഡിൽ 1938 ജോയിൻ ചെയ്തു. ഒരു 13 സ്റ്റാഫുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമായിരുന്നു. 2 വർഷത്തിന് ശേഷം അദ്ദേഹം അതിലെ രണ്ടാമത്തെ വ്യക്തിയായി. Then he was appointed editor in 1946 and held that post for 30 years. 30 വർഷം അദ്ദേഹം നാഷണൽ ഹെറാൾഡിൽ തന്നെ വർക്ക് ചെയ്തു. ദെൻ ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു ഫിലോസഫി ഫോളോ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൂടാതെ വർക്കിംഗ് ജേർണലിസ്റ്റ് വിൽ റിമെമ്പർ ചലപതി റാവു ഫോർ ദ ഡെഡിക്കേഷൻ വിത്ത് വിച്ച് ഹി വർക്ക് ടു ഗെയിൻ ദം ഡീസന്റ് വേജിന് വേണ്ടിയിട്ട്. അന്നത്തെ കാലഘട്ടത്തിൽ പത്രപ്രവർത്തകർക്ക് വളരെ തുച്ഛമായ തുകയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ അതിനെതിരെ വലിയ രീതിയിലാണ് ചർച്ചകൾ ഉണ്ടായിരുന്നത്. പല സമരങ്ങൾ ഉണ്ടായിരുന്നു.
അതിനൊക്കെ ശേഷം വേജസ് കൂട്ടിയോ എന്ന് ചോദിച്ചാൽ അതൊക്കെ സക്സസ്ഫുൾ ആയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനുശേഷമാണ് പ്രസ് കമ്മീഷൻസ് ഒക്കെ വന്നത്. സോ ഫസ്റ്റ് പ്രസ് കമ്മീഷനിലെ ഒരു മെമ്പർ കൂടിയായിരുന്നു ചലപതി റാവു. അപ്പോ ആ ഒരു പ്രസ് കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു വേജിനു വേണ്ടി സംസാരിച്ചിരുന്നത് അദ്ദേഹമാണ്. കൂടാതെ അദ്ദേഹം വർക്കിംഗ് ജേർണലിസ്റ്റുകൾക്ക് ഒരു ഫെഡറേഷൻ 1950 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ ഒരു 3 തവണ അതിന്റെ പ്രസിഡന്റ് ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി പോത്തൻ ജോസഫ്. അദ്ദേഹം ഒരു മലയാളി ജേർണലിസ്റ്റ് ആണ്. ഹു ഹെയിൽ ഫ്രം കേരള. ദെൻ അദ്ദേഹം ആനി ബെസന്റ്, മഹാത്മാഗാന്ധി, സരോജിനി നായിഡു, മോത്തിലാൽ നെഹ്റു ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്ത വ്യക്തിയാണ്. He was the first to wrote a daily political column for 5 decades called Over a Cup of Tea എന്ന ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ഡെയിലി എഴുതിയിട്ടുണ്ട്, പൊളിറ്റിക്കൽ കോളം എഴുതിയിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹമാണ്. ഓവർ എ കപ്പ് ഓഫ് ടീ എന്നാണ് ആ ഒരു കോളത്തിന്റെ പേര്. ഒരു 5 decades അദ്ദേഹം അത് എഴുതിയിട്ടുണ്ട്. Then he also discovered and nurtured the Indian cartoonist Shankar, helping to make political cartoons a staple of newspaper diet. അപ്പോൾ കാർട്ടൂണിസ്റ്റ് കൂടിയാണ്. Then PJ started or developed 26 newspapers. അതിൽ ഹിന്ദുസ്ഥാൻ ടൈംസ് ഉണ്ട്, ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ട്, ഡെക്കാൻ ഹെറാൾഡ് ഉണ്ട്. And he also edited Dawn while it was based in New Delhi. അതിനുശേഷം അദ്ദേഹം ആ പത്രത്തിൽ നിന്നും റിസൈൻ ചെയ്യായിരുന്നു. Pothen Joseph guarded editorial freedom and demanded that editors support those who worked in the editorial wing and never encroached on their freedom. Okay, അദ്ദേഹത്തിന്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത് courage, vigilance, fidelity. Courage, vigilance, fidelity എന്നുള്ളൊരു മോട്ടോ ഫോളോ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അത് അദ്ദേഹത്തിന്റെ മോട്ടോ ആണ്. Then അദ്ദേഹം പത്മഭൂഷൺ ലഭിച്ച ഒരു ജേർണലിസ്റ്റ് കൂടിയാണ്. ഓക്കെ, സോ പോത്തൻ ജോസഫിനെ കുറിച്ച് എത്രയാണ് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ ഓവർ എ കപ്പ് ഓഫ് ടീ എന്ന ആ ഒരു ആർട്ടിക്കിളിന്റെ പേര് ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളതാണ് എം ശിവരാമൻ. എം ശിവരാം, അത്രേ ഉള്ളൂ. എം ശിവരാം, the first thing you remember is the celebrated world scoop of his on the assassination of Jan. 1947 ജൂലൈ 17 ബർമയിലെ ക്യാബിനറ്റിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. That story which shocked the whole world was scooped because Shivaram had what is generally called the nose for news. Nose for news എന്നറിയപ്പെട്ടിരുന്ന ഒരു ആളായിരുന്നു. അദ്ദേഹത്തിന് ശേഷം കേരളത്തിലേക്ക് വന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസസ് ഒക്കെ യങ് ജേർണലിസ്റ്റുകൾക്കൊക്കെ ഷെയർ ചെയ്തു. പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആൻഡ് ഇന്റർനാഷണൽ പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തിയിരുന്ന വർക്ക്ഷോപ്പുകളിലൊക്കെ പങ്കെടുത്ത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസസ് ഒക്കെ അദ്ദേഹം ഷെയർ ചെയ്യായിരുന്നു. അദ്ദേഹമാണ് ട്രിവാൻഡ്രം പ്രസ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തത്. ഹി ഫൗണ്ടഡ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം ഓഫ് ട്രിവാൻഡ്രം പ്രസ് ക്ലബ്ബ്. കൂടാതെ പല യങ്സ്റ്റേഴ്സിനെയും അവിടെ നിന്നും ട്രെയിൻ ചെയ്തിട്ട് മോഡേൺ ജേർണലിസത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു പ്രസ് ക്ലബ്ബ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ രാംനാഥ് ഗോയങ്ക. Ramnath Goenka. He was an Indian newspaper publisher. He owned Indian Express and subsequently created Indian Express Group with various English and regional language publication. 1975 നാഷണൽ എമർജൻസി സമയത്ത് അദ്ദേഹം ഗവൺമെന്റിനെതിരെ ഒരുപാട് ശബ്ദിച്ചിട്ടുണ്ടായിരുന്നു. He was an indomitable warrior for the freedom of press. His mission as a newspaper publisher was to empower the citizen, uphold his right to know, and to make all those in power and authority accountable to the people. ഓക്കെ, അപ്പൊ അതാണ് രാംനാഥ് ഗോയങ്ക. അദ്ദേഹം ഒരു ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റർ അല്ലെങ്കിൽ ഫൗണ്ടർ എന്ന് പറയാം. ഇന്ത്യൻ എക്സ്പ്രസിന്റെ
പബ്ലിഷർ ആയിരുന്നു രാംനാഥ് ഗോയങ്ക. ദെൻ ബി ജി വർഗീസ് കമ്മിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ബൂബ്ലി ജോർജ് വർഗീസ്. ഹി സ്റ്റാർട്ടഡ് ഹിസ് കരിയർ ഇൻ ജേർണലിസം വിത്ത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ തന്നെ തുടങ്ങിയ ഒരു വ്യക്തിയാണ്. ബോംബെയിലായിരുന്നു, പിന്നെ ഡൽഹിയിലായിരുന്നു. ആൻഡ് വാസ് അദ്ദേഹം ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ എഡിറ്റർ ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിൽ വർക്ക് ചെയ്തു. ആൻഡ് അദ്ദേഹം നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെ, അതായത് 1966 ടു 1969 അദ്ദേഹം ഇൻഫോർമേഷൻ അഡ്വൈസർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പ്രൈം മിനിസ്റ്ററിന്റെ. ദെൻ ഡിഫൻസ് മിനിസ്റ്ററിന്റെ ഇൻഫോർമേഷൻ അഡ്വൈസർ ആയിട്ട് അദ്ദേഹം കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. He was a recipient of the Magsaysay Award in 1975. Then കുറെ അവാർഡുകൾ കിട്ടിയ ഒരു വ്യക്തിയാണ്. ഹ്യൂമാനിറ്റി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ബി.ജി. Verghese has served on a number of official and unofficial boards and committees, including McBride Commission. He was also a member of the Editors Guild of India's fact-finding mission to Gujarat in April 2002. He was written extensively on developmental issues. Then B.G. Verghese has authored പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഡിസൈൻ ഫോർ ടുമോറോ അദ്ദേഹത്തിന്റെ ബുക്കാണ്. ഡിസൈൻ ഫോർ ടുമോറോ. വാരിയർ ഓഫ് ദി ഫോർത്ത് എസ്റ്റേറ്റ് അദ്ദേഹത്തിന്റെ ബുക്കാണ്. വാരിയർ ഓഫ് ദി ഫോർത്ത് എസ്റ്റേറ്റ്. Then he published his autobiography, First Draft, Witness to Making of Modern India. അത് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി ആണ്. മോഡേൺ ഇന്ത്യ. ഓക്കെ, ഇനി ഇതാണ് ബി.ജി. വർഗീസ്. ഞാൻ ഇതിന്റെയൊക്കെ നോട്ട്സ് നിങ്ങൾക്ക് തരാം കേട്ടോ. അപ്പം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ഞാൻ നോട്ട് തരാം. ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ദെൻ അരുൺ ഷൂരി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആണ്. He was the most visible face of Indian journalism with his insightful writings on a range of subjects. അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റർ ആയിരുന്നു. Then he introduced a new style of aggressive, independent, investigative journalism ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. In a series of remarkable exposes, Shuri and the Indian Express uncovered corruption in the highest echelons of the government and exposed several major scandals of the era. Shuri wrote for various newspapers and magazines, and he was appointed executive editor of the Times of India in 1986. അതിനുശേഷം അദ്ദേഹം വീണ്ടും ഇന്ത്യൻ എക്സ്പ്രസിൽ തന്നെ പോവുകയായിരുന്നു. ദെൻ അദ്ദേഹം 1990 അതിൽ നിന്നും റിസൈൻ ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതി, കോളംസ് എഴുതി. ഒരു 30 ന്യൂസ് പേപ്പേഴ്സിലെങ്കിലും അദ്ദേഹം അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. Shuri fought many battles in independent India for press freedom. The most famous was his crusade against the government's proposal in 1988 to introduce ആ സമയത്ത് ഒരു ഡിഫേമേഷൻ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെതിരെ അദ്ദേഹം എഴുതിയ ആർട്ടിക്കിൾസ് ഒക്കെ വളരെ ഫേമസ് ആണ്. It was widely perceived that the bill had been introduced with unusual speed in Parliament. Shuri also served as an economist with the World Bank. Then അദ്ദേഹം പ്ലാനിംഗ് കമ്മീഷനിൽ ഒരു കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു 1998 to 2004 അദ്ദേഹം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിന് പല അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ കുൽദീപ് നായർ കമ്മിറ്റിയും നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. പ്രസ് കമ്മീഷൻ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഇവരെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. കുൽദീപ് നായർ is a veteran Indian journalist, syndicated columnist, author, diplomat. അദ്ദേഹത്തെ കുറിച്ച് പറയാൻ വാക്കുകളില്ല, അത്രയും ഫേമസ് ആയ ഒരു ആളാണ്. അദ്ദേഹം പലതവണ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ്.
നാഷണൽ എമർജൻസി ടൈമിലൊക്കെ ഇദ്ദേഹം ജയിലിലായിരുന്നു. ഹി റൈറ്റ്സ് കോളംസ് ആൻഡ് ഓപ്പറ്റ്സ് ഫോർ ഓവർ 80 ന്യൂസ് പേപ്പേഴ്സ്. അദ്ദേഹം ഏകദേശം ഒരു 80 പത്രങ്ങളിൽ 14 ലാംഗ്വേജുകളിൽ ആർട്ടിക്കിൾസും കോളംസും എഴുതിയിരുന്ന ഒരു വ്യക്തിയാണ്. ഡെയിലി സ്റ്റാർ, സൺഡേ ഗാർഡിയൻ, ദ ന്യൂസ്, അതായത് പാകിസ്ഥാനിലെ ദ ന്യൂസ്, പാകിസ്ഥാനിലെ തന്നെ എക്സ്പ്രസ് ട്രിബ്യൂൺ, പാകിസ്ഥാനിലെ ഡോൺ, ഇതിലൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ജേർണലിസ്റ്റ് കരിയർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ആദ്യം ഒരു ഉറുദു ഡെയിലിയിലാണ് ജോയിൻ ചെയ്യുന്നത്. അവിടെ എഡിറ്ററായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം പിന്നീട് അദ്ദേഹം പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രസ് ഓഫീസറായിട്ട്, ഡൽഹി കറസ്പോണ്ടന്റ് ആയിട്ട് ടൈംസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല പത്രങ്ങളിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. He was a member of India's delegation to the UN in 1996 and അദ്ദേഹം UK-യിൽ 1990-ൽ ഹൈ കമ്മീഷണർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇന്ത്യൻ പാർലമെന്റിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളാണ്. ബിയോണ്ട് ദ ലൈൻസ് എന്നാണ് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയുടെ പേര്. ബിയോണ്ട് ദ ലൈൻസ്. Every year since 2000, Nayar has been leading peace activists to light candles on the Independence Day of Pakistan and India at the Atari Wagah India-Pakistan border near Amritsar. Okay, അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. Then P. Sainath, അതിന്റെ ഫുൾ പേര് പലഗുമ്പി സായിനാഥ്. P. Sainath, ഈ P. Sainath, അരുൺ ഷൂരി, കുൽദീപ് നായർ, BJ വർഗീസ് ഇവരൊക്കെ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് ആണ്. അത് നിങ്ങൾ ഓർത്തിരിക്കണം. പലഗുമ്മി സായിനാഥ്. അദ്ദേഹം ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് ആയിരുന്നു. ഹി ഇസ് ദ റൂറൽ അഫയേഴ്സ് എഡിറ്റർ ഫോർ ദ ഹിന്ദു. അമർത്യ സെൻ ഹാസ് കോൾഡ് ഹിം വൺ ഓഫ് ദ വേൾഡ്സ് ഗ്രേറ്റ് എക്സ്പേർട്സ് ഓൺ ഫെമൈൻ ആൻഡ് ഹങ്കർ. He won the Ramon Magsayi Award. അദ്ദേഹത്തിന് രാംനാഥ് ഗോയങ്ക ജേർണലിസ്റ്റ് ഓഫ് ദ ഇയർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. Sainath's most important work in the past decade focused on India's agrarian crisis. Then he was being recognized for his passionate commitment as a journalist to restore the rural poor to India's national consciousness. Everybody loves a good drought എന്ന അദ്ദേഹത്തിന്റെ ബുക്കാണ്. Everybody loves a good drought is written by P. Sainath about his research findings of poverty in the rural districts of India. ഈ പുസ്തകത്തിന് മഗസായി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇനി സുചേത ദലാൽ. ഒരു ബിസിനസ് ജേർണലിസ്റ്റ് ആയിരുന്നു. ഷീ ഹാസ് ബീൻ എ ജേർണലിസ്റ്റ് ഫോർ 25 years. പത്മശ്രീ കിട്ടിയ വ്യക്തിയാണ് 2006 ഫോർ ഹർ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം സ്പാനിങ് ഫോർ over 25 years. Then her journalistic career began in 1984 with Fortune India. She has subsequently worked with Business Standard and the Economic Times and Times of India. Then she has been a columnist and consulting editor for Indian Express Group until 2008. She is now a consulting editor for Money Life. Then Sujata is well known for the numerous investigative pieces and most notably for breaking the securities scam in 1992, which was India's biggest financial scandal until then. She has co-authored a book on the securities scam with her husband, Debashish Basu, The Scam, Who Won, Who Lost, Who Got Away. ഇതാണ് അവരെഴുതിയ ബുക്ക്. 1993 ഈ ഒരു പുസ്തകം വന്നത്. ഹസ്ബൻഡും
സുചേത ദലാലും കൂടി ചേർന്ന് എഴുതിയതാണ് സ്കാമിനെതിരെ. ഓക്കെ, അപ്പൊ ഇത്രയും വ്യക്തികളെ കുറിച്ച് നമുക്ക് പഠിച്ചു. ലെറ്റ് us sum up. അപ്പൊ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് മാത്രമല്ല, കഴിഞ്ഞ ക്ലാസ് നമ്മൾ തുടങ്ങിയത് വില്യം പോൾട്ട് എന്ന ഒരു വ്യക്തിയിൽ നിന്നുമാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും 1776 അദ്ദേഹം കൽക്കട്ടയിൽ ഒരു ന്യൂസ് പേപ്പർ ലോഞ്ച് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ അത് നടന്നില്ല. അതിനുശേഷം 1780 ജെയിംസ് അഗസ്റ്റസ് ഹിക്ക് വന്നു. അദ്ദേഹം ഒരു ഹിസ്റ്ററി ഉണ്ടാക്കി. ആദ്യത്തെ ഒരു ഫസ്റ്റ് എവർ ന്യൂസ് പേപ്പർ ഇന്ത്യയിൽ വന്നു. അതായിരുന്നു ബംഗാൾ ഗസറ്റ് അല്ലെങ്കിൽ കൽക്കട്ട ജനറൽ അഡ്വർടൈസർ. അതിനുശേഷം ഒരു 1818 ആയപ്പോൾ ജെയിംസ് ബക്കിംഗ്ഹാം ഒരു കൽക്കട്ട ജേർണൽ ലോഞ്ച് ചെയ്തു. അതിനുശേഷം ഒരു നമ്മൾ രാജാറാം മോഹൻ റോയിയെ കുറിച്ച് പഠിച്ചു. അദ്ദേഹത്തിന്റെ നിരവധി പത്രങ്ങൾ ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ദ മിറത്തുൽ അക്ബർ, സമ്പത്ത് കൗമുദി, ബ്രാഹ്മണിക്കൽ മാഗസിൻ, ഇതൊക്കെ രാജാറാം മോഹൻ റോയുടെ പത്രങ്ങളാണ്. സതിക്കെതിരെയൊക്കെ പ്രവർത്തിച്ചത് അന്ന് പത്രങ്ങളായിരുന്നു. സതി നിർത്തലാക്കാൻ മോസ്റ്റ്ലി ഈ പത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. then 1857 ഗ്രേറ്റ് നമ്മുടെ എന്തായിരുന്നു 1857 ശിപ്പായി ലഹള, സിപ്പായി മ്യൂട്ടിനി, ആ സമയത്ത് വന്ന പത്രങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ദെൻ അമൃത് ബാസാർ പത്രിക, ദെൻ ആ സമയത്ത് ഉണ്ടായിരുന്ന കേസരി, മറാത്ത എന്ന പത്രങ്ങൾ, ബാലഗംഗാധർ തിലകിന്റെ പത്രങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ദെൻ അതിനുശേഷം ദ ലീഡർ ആൻഡ് ബോംബെ ക്രോണിക്കിൾ എന്ന പത്രങ്ങൾ വന്നു. സെർവന്റ് ഓഫ് ഇന്ത്യ, ബോംബെ ക്രോണിക്കിൾ, മോത്തിലാൽ നെഹ്റു പത്രം ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ പത്രത്തിന്റെ പേരാണ് ഇൻഡിപെൻഡന്റ്. ലക്നൌവിലാണ് ആ ഒരു പത്രം ആരംഭിച്ചത്. അതിനുശേഷം മഹാത്മാഗാന്ധിജി വരണ്ടായി. അദ്ദേഹത്തിന്റെ പത്രങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് പത്രങ്ങളെ കുറിച്ച് പഠിച്ചു. നമ്മൾ ഹാൻഡ് റിട്ടൺ എറ എന്താണ്, ദെൻ ഗ്ലോബൽ ഹിസ്റ്ററി ഓഫ് ന്യൂസ് പേപ്പേഴ്സ് എന്താണ്, ഒരു പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യൻ പ്രസ്സിൽ ഉണ്ടായിരുന്ന ഒരു ഒറിജിൻ, അതിന്റെ ഡെവലപ്മെന്റ്, ദെൻ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യൻ പ്രസ്സിലെ ഒരു നോളജ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പം ജാനുവരി 29 is an important date in the history of journalism. എന്താണ് അതിന്റെ റീസൺ എന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യണം. Okay, then the history of Indian journalism closely linked to the history of our freedom struggle, അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അഭിപ്രായങ്ങളുണ്ട്? പക്ഷെ ഇതൊന്നും നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല, നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. ഓവർ എ കപ്പ് ഓഫ് ടീ എന്ന ഒരു ഫേമസ് പൊളിറ്റിക്കൽ കോളം എഴുതിയത് ആരാണെന്ന് ഞാൻ പറയണ്ടായി. ഓർക്കുന്നുണ്ടോ എന്ന്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നൊന്ന് ജസ്റ്റ് നോക്കൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചത്. ഇനി ഒറിജിൻ ആൻഡ് ഗ്രോത്ത് ഓഫ് മലയാളം ജേർണലിസത്തിന്റെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് റീഡ് ഔട്ട് ചെയ്ത് വിട്ടാൽ മതി. അത് കാര്യമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മീഡിയ ഓർഗനൈസേഷൻസ് ഇൻ ഇന്ത്യ, അതിൽ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, RNI, അങ്ങനെ കുറെ മീഡിയ ഓർഗനൈസേഷൻസ് അല്ലെ, മീഡിയ ഓർഗനൈസേഷൻസ് നമ്മൾ പഠിക്കും. പ്രിന്റ് മീഡിയ ഓർഗനൈസേഷൻസ് ഉണ്ട്, ഇലക്ട്രോണിക് മീഡിയ ഓർഗനൈസേഷൻസ്, ദെൻ ഫിലിം ഓർഗനൈസേഷൻ, മീഡിയ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇതൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.